നമസ്കാരം. ടോക്ക് 90 മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 8, 9 തീയതിയിലാണ് ആദ്യ ലെഗ് നടക്കുന്നത്. രണ്ടാം ലെഗ് നടക്കുന്നത് 15, 16 അപ്പൊ ഈ ഒരു മത്സരങ്ങളിലെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും പ്രഡിക്ഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്റെ മാത്രം പ്രഡിക്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രഡിക്ഷൻ നമുക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക്, ഫുട്ബോൾ ആരാധകർ അല്ലെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ റയലിന്റെ സ്റ്റേഡിയത്തിലാണ് ഫസ്റ്റ് മത്സരം നടക്കുന്നത്, സാന്റിയാഗോ ബെർണാബിയിൽ. അപ്പോൾ റയലിന് ഞാനൊരു മുൻതൂക്കം കൊടുക്കുകയാണ്. 2-1 എന്ന സ്കോറിന് റയൽ മാഡ്രിഡ് വിജയിച്ചു കയറും. എന്നാൽ അലിയൻസ് അരീനയിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ബയൺ മ്യൂണിക്ക് റയലിനെ പരാജയപ്പെടുത്തുന്നു 2-1 എന്ന സെയിം സ്കോറിന്. ഈ മത്സരം എക്സ്ട്രാ ടൈമും പെനാൾട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ടും റയലിന്റെ ഒരു ചാമ്പ്യൻസ് ലീഗിലെ ഫോം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ റയൽ മാഡ്രിഡിന് മുൻതൂക്കം കൊടുക്കുകയാണ്. റയൽ സെമിയിലോട്ട് മുന്നേറും. അപ്പോൾ ബയറിന്റെ ഫോമും കാര്യങ്ങളല്ല, പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ റയൽ കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു മത്സരം ടൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും റയൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഓർ എക്സ്ട്രാ ടൈം എന്ന ഒരു മത്സരത്തിൽ ജയിച്ച് കയറും എന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. രണ്ടാമത്തെ മത്സരം സ്പോർട്ടിംഗ് CP വേഴ്സസ് ആർസണലാണ്. ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് സ്പോർട്ടിംഗ് CPയുടെ മൈതാനത്താണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ആർസണൽ ഒരു 2-0 വിൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആർസണലിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. സ്പോർട്ടിംഗ് CP അവരുടെ സ്റ്റേഡിയത്തിലായാലും കൂടി ആർസണലിന് ഞാനൊരു മുൻഗണന കൊടുത്ത് 2-0 വിൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ലെഗിലോട്ട് വരുമ്പോൾ ആർസണൽ സ്റ്റേഡിയത്തിലെ എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ ആർസണൽ പൂർണ്ണമായിട്ടും സ്പോർട്ടിംഗ് CPനെ ചിലപ്പോൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു 3-0 അല്ലെങ്കിൽ 3-1 എന്ന സ്കോറിന് ആർസണൽ ജയിക്കുമെന്നതാണ്. അപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5-1 എന്ന ഒരു അഗ്രിഗേറ്റിൽ ആർസണൽ എന്തായാലും സെമിയിലോട്ട് മുന്നേറും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ മത്സരത്തോട്ട് വരികയാണെങ്കിൽ ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു കോപ്പ ഡെൽ റേയിലെ ഒരു കടം വീട്ടാനുണ്ട്. കാരണം കോപ്പ ഡെൽ റേയിൽ സെക്കൻഡ് ലെഗിൽ ബാഴ്സ ശക്തമായി തിരിച്ചു വന്നെങ്കിൽ കൂടി ജയിച്ച് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെഗ് അവരുടെ സ്റ്റേഡിയത്തിലാണ്, ക്യാമ്പ് നൗവിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ലെഗ് നടക്കുന്നത്. അത് ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി ഫസ്റ്റ് ലെഗിൽ ബാഴ്സലോണ ഒരു 2-0 വിന്നിൽ ജയിച്ച് കയറും. സെക്കൻഡ് ലെഗിൽ അത്ലറ്റിക്കോ മൈതാനത്തിലാണെങ്കിൽ കൂടി ഒരു 2-1 എന്ന സ്കോറിന് ബാഴ്സലോണ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ ടോട്ടൽ ഒരു 4-1 എന്ന അഗ്രിഗേറ്റിൽ ബാഴ്സലോണയും സെമിയിലോട്ട് അടുത്ത റൗണ്ടിലോട്ട് മുന്നേറും. നാലാമത്തെ മത്സരം എന്ന് പറയുന്നത് ഏറ്റവും വാശിയായിട്ടുള്ള മത്സരമാണ് PSG വേഴ്സസ് ലിവർപൂൾ ആണ്. PSG സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് മത്സരം നടക്കുന്നത്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കാരണം ലിവർപൂള് ഫോം ഔട്ടാണ്. നിലവിലിപ്പോൾ ഒരു പ്രീമിയർ ലീഗിലും ഒക്കെ ഫോം ഔട്ടാണെങ്കിൽ കൂടി ചാമ്പ്യൻസ് ലീഗിലെ അത്യാവശ്യം മികച്ചൊരു പ്രകടനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSG ആയിട്ടുള്ള മത്സരം ഒരു ടൈറ്റ് മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു 2-2 ഡ്രോ എന്ന ഒരു ഇതായിരിക്കും ഒരു ചാമ്പ്യൻസ് ലീഗിൽ PSG സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക. രണ്ടാമത്തെ ലെഗ് ആൻഫീൽഡിൽ വെച്ചിട്ടാണ്, ലിവർപൂളിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തിൽ ലിവർപൂൾ ഒരു 2-1 എന്ന അഗ്രിഗേറ്റിൽ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ടോട്ടൽ ഒരു 4-3 എന്നൊരു സ്കോറിന് ലിവർപൂൾ അഗ്രിഗേറ്റിലായിട്ട് വിജയിച്ച് കയറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ടീമുകൾ ഒന്ന് റയൽ മാഡ്രിഡ്, ആർസണൽ, ബാഴ്സലോണ, ലിവർപൂൾ. ഈ ഒരു 4 ടീമിനെയാണ് ഞാനിപ്പോൾ സെമിയിലോട്ട് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരൊക്കെ അടുത്ത റൗണ്ടിലോട്ട് മുന്നേറും എന്നുള്ളത്. എന്നാലും മത്സരങ്ങൾ നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ അടുത്ത റൗണ്ടിലോട്ട് മുന്നേറും എന്നുള്ളത്. ഇതെന്റെ മാത്രം പ്രഡിക്ഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.